ഓം നമോ ഭഗവതി വാസുദേവായ. ഇന്ന് ശ്രീമന്നാരായണീയം ദശകം 41 പൂതനാദേഹദാഹവും ശ്രീകൃഷ്ണ ലീലാഹ്ലാദവും വർണ്ണിക്കാം. ഒന്നാമത്തെ ശ്ലോകം. വ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനിഭീതചേത നിഷ്പിഷ്ടനിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. അർത്ഥം: ശൗരിവചഃ നിശമ്യ, വസുദേവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട്, വ്രജേശ്വരഃ നന്ദഗോപർ, ഭീതചേതാഃ സമാവ്രജൻ അധ്വനി, ഉള്ളിൽ തട്ടിയ പേടിയോടെ മടങ്ങിവരവേ വഴിക്ക്, നിഷ്പിഷ്ട നിശേഷതരും കഞ്ചിത് പദാർത്ഥം നിരീക്ഷ്യ, മരങ്ങളെയെല്ലാം തട്ടി വീഴ്ത്തി തവിട് പൊടിയാക്കിയിട്ടുള്ള ഏതാണ്ടൊരു വസ്തുവിനെ കണ്ടിട്ട്, ത്വാം ശരണം ഗതഃ, അങ്ങയെ ശരണം പ്രാപിച്ചു, ആപത്തൊന്നും ഉണ്ടാകല്ലേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്ന് അർത്ഥം. രണ്ടാമത്തെ ശ്ലോകം. നിശമ്യ ഗോപീവചനാദുതന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്ധാ ത്വത്പാതിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേഥ കുഠാരകൃത്തം. അർത്ഥം: സർവേ അപി ഗോപാഹ ഗോപീവചനാത് ഉദന്തം നിശമ്യ, എല്ലാ ഗോപന്മാരും ഗോപസ്ത്രീകൾ പറഞ്ഞ വർത്തമാനമെല്ലാം കേട്ട് അറിഞ്ഞ്, ഭയവിസ്മയാന്ധാഹ ത്വത്പാതിതം ഘോരപിശാചദേഹം, പേടിച്ചും ആശ്ചര്യപ്പെട്ടും അന്തം വിട്ടുപോയി അങ്ങ് കൊന്നുവീഴ്ത്തിയ ഭയങ്കരമായ പിശാച ശരീരത്തെ, അഥ കുഠാരകൃത്തം വിദൂരേ ദേഹുഹു, പിന്നെ കോടാലി കൊണ്ട് വെട്ടിമുറിച്ച് അകലെ കൊണ്ടുപോയി തീയിലിട്ട് ചുട്ടു. മൂന്നാമത്തെ ശ്ലോകം. ത്വത്പീതപൂതസ്തനതച്ഛരീരാത് സമുച്ഛലന്നുച്ഛതരോ ഹി ധൂമ ശങ്കാമദാദാഗരപക്കിമേഷ കിം ചാന്തനോ ഗൗൽഗുലവോഥവേദി. അർത്ഥം: ത്വത്പീത പൂതസ്തനതച്ഛരീരാത്, അങ്ങ് പിടിച്ചു കുടിച്ചിട്ട് പരിശുദ്ധമായി തീർന്ന സ്തനങ്ങളോടുകൂടിയ ആ പൂതനാശരീരത്തിൽ നിന്ന്, സമുച്ഛലൻ ഉച്ചതരഹ ധൂമഃ ഹി, ധാരാളമായി പുറപ്പെട്ട് വളരെ ഉയരത്തിൽ പൊങ്ങിയ പുകയാകട്ടെ, ഏഷഃ ആഗരവഃ കിം കിം ചാന്തനഃ, ഇത് അകരുവിൻ്റേത് അകിലിൻ്റേത് ആണോ ചന്ദനത്തിൻ്റേത് ആണോ, അഥവാ ഗൗൽഗുലവഃ ഇതി ശങ്കാം അദാത്, അല്ലെങ്കിൽ ഗുൽഗുലുവിൻ്റേതാണോ എന്നിങ്ങനെയുള്ള ശങ്കയെ ഉളവാക്കി. നാലാമത്തെ ശ്ലോകം. മദംഗസംഗസ്യ ബലം ന ദൂരേ ക്ഷണേന താവത് ഭവതാമപി സ്യാത് ഇത്യുല്ലപൻ വല്ലവതല്ലജേഭ്യസ്ത്വം പൂതനാമാതനുധാ സുഗന്ധിം. അർത്ഥം: മദംഗസംഗസ്യ ബലം ന ദൂരേ, എൻ്റെ ശരീരവുമായി സമ്പർക്കമുണ്ടായാലത്തെ ഫലം അകലെയല്ല, ഭവതാമപി ക്ഷണേന താവത് സ്യാത്, നിങ്ങൾക്കും ആ ഫലം താമസിയാതെ തന്നെ സിദ്ധിക്കും, ഇതി വല്ലവതല്ലജേഭ്യഃ ഉല്ലപൻ, എന്നിങ്ങനെ യോഗ്യന്മാരായ ഗോപന്മാരോട് ഉറക്കെ പറയുവാനോ എന്ന് തോന്നുമാറ്, ത്വം പൂതനാം സുഗന്ധിം ആതനുതാഹ, അവിടുന്ന് പൂതനയെ സൗരഭ്യമുള്ളവളാക്കി തീർത്തു. അഞ്ചാമത്തെ ശ്ലോകം. ചിത്രം പിശാച്യാനഹതഃ കുമാര ചിത്രം പുരൈവാകഥിശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോകരസേന്യമാംക്ഷീത്. അർത്ഥം: ചിത്രം കുമാരഃ പിശാച്യാന്ന ഹതഃ, ആശ്ചര്യം, കുട്ടിയെ
ആ പിശാച് കൊന്നില്ലല്ലോ. ചിത്രം ശൗരിണ ഇതം പുരായേവ അകഥി. ആശ്ചര്യം, വസുദേവർ ഇത് മുൻപേ തന്നെ പറഞ്ഞുവല്ലോ. ഇതി പ്രശംസൻ എന്നിങ്ങനെ പ്രശംസിച്ചുകൊണ്ട് ഗോപലോക ഗോപന്മാരെല്ലാം ഭവൻ മുഖാലോകരസേന്യമാംക്ഷീത് കില അങ്ങയുടെ മുഖം നോക്കി രസിക്കുന്നതിൽ തന്നെ മുഴുകിപ്പോയി. ആറാമത്തെ ശ്ലോകം. ദിനേ ദിനേഥ പ്രതിവൃദ്ധലക്ഷ്മീ രക്ഷീണമാംഗല്യശതോ വ്രജോയം ഭവന്നിവാസാദൈവാസുദേവ പ്രമോദസാന്ദ്രപരിതോ വിരേജേ. അർത്ഥം: ഐ വാസുദേവ, അല്ലയോ വസുദേവപുത്ര വാസുദേവ, ഭവൻ നിവാസാത് അഥ അയം വ്രജഃ അങ്ങയുടെ നിവാസം, സാന്നിധ്യം ഹേതുവായിട്ട് പിന്നെ ഈ അമ്പാടി ദിനേ ദിനേ പ്രതിവൃദ്ധലക്ഷ്മി ദിവസക്കണക്കിന് അടിക്കടി വർദ്ധിച്ച ഐശ്വര്യത്തോടു കൂടിയതും അക്ഷീണമാംഗല്യശതഃ ഊനം തട്ടാത്ത നിരവധി മംഗളവസ്തുക്കളുള്ളതുമായി പരിതഃ പ്രമോദസാന്ദ്രഃ വിരേജേ എങ്ങും തികഞ്ഞ പരമാനന്ദമുള്ളതായിട്ട് വിളങ്ങി. ഏഴാമത്തെ ശ്ലോകം. ഗൃഹേഷു തേ കോമളരൂപഹാസമിഥ കഥാ സങ്കുലിതാ കമന്യ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗതാ പ്രത്യഹമത്യനന്ദൻ. ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: കമന്യഃ ഗൃഹേഷു തേ കോമളരൂപഹാസമിതഃ കഥാസങ്കുലിതാഃ. ഗോപസ്ത്രീകൾ അവരവരുടെ വീടുകളിൽ അങ്ങയുടെ അത്യന്ത സുന്ദരമായ ആകൃതിയെയും പുഞ്ചിരിയെയും പറ്റി പരസ്പരം സംസാരിക്കുന്നതിൽ തിരക്കിട്ടവരും കൃത്യേഷു വൃത്തേഷു സത്സു ഭവന്നിരീക്ഷാ സമാഗതാഃ. കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ അങ്ങയെ നോക്കിക്കാണുവാൻ വന്നുചേരുന്നവരുമായിട്ട് പ്രത്യഹം അത്യനന്ദൻ ഓരോ ദിവസവും ഏറ്റവും ആനന്ദിച്ചു. എട്ടാമത്തെ ശ്ലോകം. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന ഏഹ്യേഹി മാമിത്യുപസാര്യ പാണി ത്വയീശ കിം കിം ന കൃതം വധൂഭി. അർത്ഥം: അഹോ കുമാരഃ മയി ദത്തദൃഷ്ടി. അയ്യടാ, കുട്ടി എന്നെ തന്നെയാണ് നോക്കണത് ട്ടോ. വത്സകേന മാം പ്രതി സ്മിതം കൃതം. കണ്ടില്ലേ, കുഞ്ഞ് എന്നെ നോക്കിച്ചിരിക്കുന്നു. മാമേഹി മാമേഹി, ഉണ്ണി എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ. ഇതി പാണി ഉപസാര്യ എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ കൈകൾ നീട്ടിക്കൊണ്ട് ഈശ ത്വയി വധൂഭിഹി കിം കിം ന കൃതം. ഭഗവാനെ, അങ്ങയെ ചൊല്ലി ഗോപസ്ത്രീകൾ എന്തൊക്കെ കാട്ടിയില്ല. ഒൻപതാമത്തെ ശ്ലോകം. ഭവദ്വപുസ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്രസരോജമാലാവ്യാലംബിലോലംബ തുലാമലാസി. അർത്ഥം: ഭവദ്വപുസ്പർശന കൗതുകേന അങ്ങയുടെ പൂമേനി ഒന്ന് പുണർന്നു കിട്ടുന്ന സ്പർശന സുഖത്തിൽ കൊതിപൂണ്ട് ഗോപവധൂജനേന കരാത് കരം നീതഹത്വം ഗോപസ്ത്രീകൾ കൈ മാറി മാറി എടുക്കാറുള്ള അവിടുന്ന് ആതാമ്ര സരോജമാല വ്യാലംബിലോലംബതുലാം അലാസി ഇളം ചുകപ്പാർന്ന താമരത്താരുകളിൽ മാറി മാറി പറന്നണയുന്ന ഒരു വണ്ടിൻ്റെ സാദൃശ്യത്തെ കൈക്കൊണ്ടു. പത്താമത്തെ ശ്ലോകം. നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കതമാം ന ഭേജേ സതാദൃശ പാഹി ഹരേ ഗതാന്മാം. അർത്ഥം: ത്വാം അംഗകം സ്തനം നിപായയന്തി അങ്ങയെ മടിയിൽ കിടത്തിയിട്ട് മുലപ്പാൽ തരുമ്പോൾ
വദനം വിലോകയന്തി ഹസന്തി. അങ്ങയുടെ തിരുമുഖം നോക്കി പുഞ്ചിരി തൂകുന്ന യശോദ കഥമാം ദശാം ന ഭേജേ. യശോദ ഏതവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നിട്ടുള്ളത്? ഹരേ താദൃശഃ സഹ ഗതാത് മാം പാഹി. ഹരേ, അപ്രകാരമുള്ള ആ അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിച്ചരുളേണമേ. ഇനി അർത്ഥങ്ങൾ കൂട്ടി വായിക്കാം. കഴിഞ്ഞ ദശകത്തിൽ പൂതനാമോക്ഷം നടന്നു. അതിനെ തുടർന്നുള്ള കഥാഭാഗം ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ 6-ാം അധ്യായത്തിലെ 31-ാമത്തെ ശ്ലോകം മുതൽ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ദശകത്തിലെ പ്രതിപാദ്യ വിഷയം അതാകുന്നു. വസുദേവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് നന്ദഗോപർ ഭയന്നോടി വരവേ വഴിക്ക് മരങ്ങളെയെല്ലാം തട്ടി വീഴ്ത്തി തവിടുപൊടിയാക്കിയിട്ടുള്ള ഏതാണ്ടൊരു വസ്തുവിനെ കണ്ടിട്ട് അങ്ങേ ഭഗവാനെ ശരണം പ്രാപിച്ചു. എല്ലാ ഗോപന്മാരും ഗോപസ്ത്രീകൾ പറഞ്ഞ വർത്തമാനമെല്ലാം കേട്ടറിഞ്ഞ് പേടിച്ചും ആശ്ചര്യപ്പെട്ടും അന്തം വിട്ടുപോയി. ശിശുവായിരുന്ന ഭഗവാൻ ഈ വലിയ പൂതന എന്ന രാക്ഷസിയെ എങ്ങനെയാണ് വധിച്ചത് എന്ന് ആലോചിച്ചിട്ടാണ് അവർ ആശ്ചര്യപ്പെട്ടത്. അങ്ങ് കൊന്നുവീഴ്ത്തിയ ഭയങ്കരമായ പിശാച ശരീരത്തെ പിന്നെ കോടാലി കൊണ്ട് വെട്ടിമുറിച്ച് അകലെ കൊണ്ടുപോയി തീയിലിട്ട് ചുട്ടു. ഭഗവാൻ പിടിച്ചു കുടിച്ചിട്ട് പരിശുദ്ധമായി തീർന്ന സ്തനങ്ങളോടുകൂടി ആ പൂതനാ ശരീരം ദഹിപ്പിച്ചപ്പോൾ ഉയർന്ന പുക അകിൽ, ചന്ദനം, ഗുൽഗുലു ഇത്യാദികളുടെ പുക പോലെ സൗരഭ്യമുള്ളതും, അതായത് നല്ല സുഗന്ധമുള്ളതും, എന്നാൽ അവയെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതുമായിരുന്നതിനാൽ ഇന്നതെന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതും ആയിരുന്നു. എൻ്റെ ശരീരവുമായി സമ്പർക്കമുണ്ടായാലത്തെ ഫലം അകലെയല്ല, നിങ്ങൾക്കും ആ ബലം താമസിയാതെ തന്നെ സിദ്ധിക്കും എന്നിങ്ങനെ യോഗ്യന്മാരായ ഗോപന്മാരോട് ഉറക്കെ പറയുവാനോ എന്ന് തോന്നുമാറ് ഭഗവാൻ പൂതനയെ സൗരഭ്യമുളവാക്കി തീർത്തു. ആശ്ചര്യം, കുട്ടിയെ ആ പിശാചി കൊന്നില്ലല്ലോ. ആശ്ചര്യം, വസുദേവർ അത് മുൻപേ തന്നെ പറഞ്ഞുവല്ലോ എന്നിങ്ങനെ പ്രശംസിച്ചുകൊണ്ട് ഗോപന്മാരെല്ലാം അങ്ങയുടെ മുഖം നോക്കി രസിക്കുന്നതിൽ തന്നെ മുഴുകിപ്പോയി. അല്ലയോ വസുദേവപുത്ര, അങ്ങയുടെ നിവാസം അഥവാ സാന്നിധ്യം കാരണമായി ഈ അമ്പാടി ദിവസക്കണക്കിന് അടിക്കടി വർദ്ധിച്ച ഐശ്വര്യത്തോടു കൂടിയതും കോട്ടം തട്ടാത്ത നിരവധി മംഗളവസ്തുക്കളുള്ളതുമായി എങ്ങും തികഞ്ഞ പരമാനന്ദമുള്ളതായിട്ട് വിളങ്ങി. ഗോപസ്ത്രീകളാകട്ടെ അവരവരുടെ വീടുകളിൽ അങ്ങയുടെ അത്യന്തം സുന്ദരമായ ആകൃതിയെയും പുഞ്ചിരിയെയും പറ്റി പരസ്പരം സംസാരിക്കുന്നതിൽ തിരക്കിട്ടവരുമായിരുന്നു. കർത്തവ്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ അങ്ങയെ നോക്കിക്കാണുവാൻ, അതായത് ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ വന്നു ചേരുന്നവരുമായിട്ട് ഓരോ ദിവസവും അവർ അത്യന്തം ആനന്ദം അനുഭവിച്ചു. അയ്യോടാ, കുട്ടി എന്നെ തന്നെയാണ് നോക്കണത് കേട്ടോ, കണ്ടില്ലേ, കുഞ്ഞെന്നെ നോക്കിച്ചിരിക്കുന്നു, ഉണ്ണി എൻ്റെ അടുത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ കൈകൾ നീട്ടിക്കൊണ്ട് ഭഗവാനെ അങ്ങയെ ചൊല്ലി ഗോപസ്ത്രീകൾ എന്തൊക്കെയാണ് കാട്ടാത്തത്. അങ്ങയുടെ തിരുവുടൽ ഒന്ന് പുണർന്നു കിട്ടുന്ന സ്പർശന സുഖത്തിൽ കൊതിപൂണ്ട് ഗോപസ്ത്രീകൾ കൈ മാറി മാറി എടുക്കാറുള്ള അവിടുന്ന് ഇളം ചുകപ്പാർന്ന താമരത്താരുകളിൽ മാറി മാറി പറന്നണയുന്ന ഒരു വണ്ടിൻ്റെ സാദൃശ്യത്തെ കൈക്കൊണ്ടു. അങ്ങയെ ഭഗവാനെ മടിയിൽ കിടത്തിയിട്ട് മുലപ്പാൽ തരുമ്പോൾ അങ്ങയുടെ ഭഗവാന്റെ തിരുമുഖം നോക്കി പുഞ്ചിരി തൂകുന്ന യശോദ ഏതവസ്ഥയെയാണ് പ്രാപിക്കാതിരുന്നിട്ടുള്ളത്? ഹരേ, അപ്രകാരമുള്ള ആ അവിടുന്ന് എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ.